ശ്രീ സ്വാതി അംബുജാക്ഷൻ ഒരു ടെക്കിയാണ്. പൊതുവേ നമ്മൾ ടെക്കികളെ കുറിച്ചൊക്കെ കേൾക്കുന്നത് വളരെ വലിയ സമ്മർദ്ദങ്ങൾ അനുഭവിച്ചുകൊണ്ട് കോഡ് ചെയ്യുന്ന അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ സാധാരണക്കാരങ്ങനെയാണ്. അപ്പോൾ അതിനിടയിൽ സൈക്കോളജി എന്നുള്ളൊരു അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ താല്പര്യമുള്ളത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പഠനങ്ങൾ, ആ ഒരു ഇത് ബേസ് ചെയ്തുകൊണ്ടൊരു പുസ്തകം, അത് ആമസോണിൽ ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ ഇടം പിടിക്കുക. അപ്പോൾ എന്താണ് ഈ ഒരു മാറ്റത്തിനൊരു കാരണം? അതായത് ഈ കോഡിങ്ങിൻ്റെ ലോകത്ത് നിന്ന്, അല്ലെങ്കിൽ ആ ഒരു ലോകത്ത് നിന്ന് ഈ ഒരു സൈക്കോളജിക്കൽ സംവിധാനത്തിലേക്കുള്ളൊരു മാറ്റം എന്തുകൊണ്ടാണ് ഉണ്ടായത്? അതിപ്പോൾ എനിക്ക് വായിച്ച് പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഒരു റീസൺ. അതായത് ഇപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനൊരു 20 years ആയിട്ട് ആ ടെക് ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ 20 വർഷത്തോളമായിട്ട് ടെക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ സ്ട്രെസ് മാനേജ്മെൻറ്റും ഒക്കെ ആ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ശരിക്കും നമ്മൾ സ്ട്രെസ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഒരുപാട് കോഴ്സുകൾ വരാറുണ്ട്, കോച്ചിങ്ങുകൾ വരാറുണ്ട്. പക്ഷേ പല ബുക്കുകളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിയറികളായിരിക്കും നമുക്ക് ചിലപ്പം സാധാരണക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാവാത്ത ഭാഷയിലായിരിക്കും പറയുന്നത്. കാരണം ടെക്കികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലോജിക്കൽ, ആ ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു കഥ പോലെ എഴുതിയിട്ട് ഈ സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അതുപോലെ സ്ട്രെസ് മാത്രമല്ല ഇപ്പോൾ ലൈഫിൽ സക്സസ്സുകളോ ഫെയിലിയറുകളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കഥ പോലെ, ഒരു പെൺകുട്ടിയുടെ ഒരു കഥ പോലെ. അതായത് ഒരു ടെക് ഇൻഡസ്ട്രിയിലേക്ക് കയറുന്ന ഒരു പെൺകുട്ടി, പുള്ളിക്കാരുടെ ലൈഫിൽ വരുന്ന കുറേ ബുദ്ധിമുട്ടുകൾ, പിന്നെ അവർ കടന്നു പോകുന്ന കുറേ സാഹചര്യങ്ങൾ, അപ്പോൾ അതിനെ എങ്ങനെയൊക്കെ അവർ ഫേസ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ സോൾവ് ചെയ്യുന്നു, പല മെത്തേഡുകളൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു കഥ പോലെ എഴുതിയതാണ് ആ ബുക്ക്.